ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ടെക്നിക്സ് ബിടെക് 2024 സ്കീം അനുസരിച്ച് വന്നിരിക്കുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ടെക്നിക്സ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. ദെൻ ഇവിടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഒരു മൈക്രോസ്കോപ്പാണെന്ന് നമുക്കറിയാം. ഈ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ നോർമലായിട്ട് നമ്മുടെ ഹ്യൂമൻ ഐസിൻ്റെ റിസോൾവിങ് പവർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെയും എത്ര ഡിസ്റ്റൻസിലാണോ കാണാൻ കഴിയുന്നത് വിത്തൗട്ട് ദി എയ്ഡ് ഓഫ് എനി അഡീഷണൽ ലെൻസസ്, ഒരു ലെൻസൊന്നും ഇല്ലാതെ നോർമലി ആയിട്ടുള്ള ഹ്യൂമൻ ഐസിന് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് കാണുന്നത് 0.2 mm അപ്പാർട്ടുള്ളതിനാണ്. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് റെസൊല്യൂഷൻ ഓഫ് ഐ ഓർ റിസോൾവിങ് പവർ ഓഫ് ഐ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താണ് ഈ റിസോൾവിങ് പവർ ഓഫ് ദിസ് മൈക്രോസ്കോപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. ഏതൊരു മൈക്രോസ്കോപ്പ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ അതിന് 10 mm അത്രയും ഹൈ ആയിട്ടുള്ള റെസൊല്യൂഷനാണ് കിട്ടുന്നത്, റിസോൾവിങ് പവറാണ് കിട്ടുന്നത്. ദെൻ ഇങ്ങനെയുള്ള ഇലക്ട്രോൺ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീമിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള മൈക്രോസ്കോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നാനോ മെറ്റീരിയൽസിൻ്റെ സർഫസ് നാനോ സൈസ്ഡായിട്ടുള്ള പാർട്ടിക്കിൾസിനെ കാണാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ടെക്നിക്സിൽ തന്നെയുള്ള എക്സാമ്പിൾസാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അതേപോലെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി എന്നൊക്കെ. ഇതിൽ നിങ്ങളുടെ സിലബസിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. ഈ 2024 സ്കീമിൽ റിവൈസ്ഡ് ആയിട്ടുള്ള സിലബസിലാണെങ്കിലും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. അതേപോലെ 2019 സ്കീമിലാണെങ്കിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഗ്രൂപ്പ് എയിലും ഗ്രൂപ്പ് ബിയിലും ഗ്രൂപ്പ് സിയിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ എന്ന പേര് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം, ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീമാണ് അവിടെ നമ്മൾ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം അതിൻ്റെ റെസൊല്യൂഷൻ പവർ കൂടാൻ കാരണമാകുന്നുണ്ട്. മെയിനായിട്ട് നാനോ ടെക്നോളജിയിലാണ് ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സെം എന്ന് പറഞ്ഞാൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഓക്കെ, ഇവിടെ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം എന്തുണ്ട്. ഒരു ഇലക്ട്രോൺ സോഴ്സ് ഉണ്ട്, യെല്ലോ കളറിലുള്ള ഇലക്ട്രോൺ സോഴ്സ്. ദെൻ അതിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ ബീമാണ് ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്നത്. ആനോഡുണ്ട്, കണ്ടൻസർ ലെൻസും ഉണ്ട്, സ്കാൻ കോയിൽസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, സാമ്പിളുണ്ട്, സാമ്പിൾ ഹോൾഡർ, ദെൻ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടേഴ്സ്. ഇതാണ് മെയിനായിട്ടുള്ള ഒരു സെമ്മിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. സെം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഡയഗ്രാം വരയ്ക്കുക, ലാബിൽ ചെയ്യുക, ദെൻ എക്സ്പ്ലനേഷൻ കൊടുക്കുക. സെം ഈസ് എ പവർഫുൾ മാഗ്നിഫിക്കേഷൻ ടൂൾ ദാറ്റ് പ്രൊഡ്യൂസസ് ഇമേജസ് ഓഫ് sample by scanning the surface with a focused beam of electrons. Electrons will interact some atoms of sample and produce various signals that contain information of samples. എന്താണ് മെയിനായിട്ട് നടക്കുന്നത്? ഒരു ഇലക്ട്രോൺ സോഴ്സ് ഉണ്ട്. ഈ ഇലക്ട്രോൺ സോഴ്സിൽ നിന്നും ഫോക്കസ്ഡ് ആയിട്ട് ഇലക്ട്രോൺ ബീം ഈ സാമ്പിളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഈ ഫോക്കസ്ഡ് ആയിട്ട് ഇലക്ട്രോൺസ് സാമ്പിളിൻ്റെ ആറ്റംസ് ഓഫ് ദി സാമ്പിളിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. അതേസമയം അത് വേരിയസ് ആയിട്ടുള്ള സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഈ ഒരു റെക്കോർഡറിൽ വേരിയസ് ആയിട്ടുള്ള സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സിഗ്നൽസിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാമ്പിളിൻ്റെ സർഫസ് കാറ്ററൈസേഷൻ, അതേപോലെ മിനറൽസിനെ പറ്റി, അതിൻ്റെ ഓർസിനെ പറ്റിയുള്ള എല്ലാ ഒരു ഏകദേശം ഐഡിയ ഒക്കെ കിട്ടുന്നുണ്ട്. ദ മെയിൻ കമ്പണൻസ് ആർ ഇലക്ട്രോൺ സോഴ്സ് എന്താ ജനറേറ്റ് എനർജറ്റിക് ഇലക്ട്രോൺ ബീം. Then anode, it is a metal plate having positive charge attracts the electrons to form a beam. Then condenser lens.
This reduces the diameter of electron beam and hereby define the resolution of electron beam. ഇതാണ് എന്ത് കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ബീമിൻ്റെ എന്ത് ചെയ്യുന്നു, റെസൊല്യൂഷൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ദെൻ സ്കാൻ കോയിൽസ് pushes the electron beam from side to side. മറ്റു സൈഡിലേക്കൊന്നും പോവാതെ സൈഡ് ടു സൈഡായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് സ്കാൻ കോയിൽ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസ് ഫോക്കസ് ബീം ഓൺ ടു ദ സാമ്പിളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. സാമ്പിൾ ചേംബർ ഓർ സാമ്പിൾ ഹോൾഡർ ഹോൾഡ്സ് ദ സാമ്പിൾ അണ്ടർ വാക്വം ടു എലിമിനേറ്റ് ഇൻ്റർഫിയറൻസ് ഓഫ് അൺവാണ്ടഡ് പാർട്ടിക്കിൾസ്. ദെൻ ഡിറ്റക്ടറിലാണ് മെയിനായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. വേരിയസ് സിഗ്നൽസ് കിട്ടുന്നുണ്ട്. ഏതൊക്കെയാണ് സിഗ്നൽസ്? സെക്കൻഡറി സിഗ്നൽസ്, ബാക്ക് സ്കാറ്റർ സിഗ്നൽസ് ഓർ ഇലക്ട്രോൺസ്, അബ്സോർബ്ഡ് ഇലക്ട്രോൺസ് ക്യാൻ ഡിറ്റക്റ്റഡ് ബൈ സെപ്പറേറ്റ് ഡിറ്റക്ടേഴ്സ്. ഏതൊക്കെ ഡിറ്റക്ടേഴ്സും ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഏതൊക്കെ ഡിറ്റക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിറ്റക്ടേഴ്സ് സിഗ്നൽസൊക്കെ ഈ ഡിറ്റക്ടറിൽ കിട്ടുന്നുണ്ട്. ദെൻ when electron beam come in contact with the sample, 3 types of signals are produced. They are secondary electrons, back scattered electrons and signals from absorbed electrons. ഇവിടെ മെയിനായിട്ട് ഓരോ സിഗ്നലിലും ഓരോ ഇലക്ട്രോൺ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കണം. സെക്കൻഡറി ഇലക്ട്രോൺസ് ഒറിജിനേറ്റ് ഫ്രം ദ സർഫേസ് ഓഫ് സാമ്പിൾ, ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദ സർഫേസ്. അതാണ് ഫസ്റ്റത്തെ സിഗ്നൽസ് പറയുന്നത്. സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർഫേസ് ഓഫ് ദി സാമ്പിൾ, ഈ സാമ്പിളാണ് യൂസ് ചെയ്യുന്നത്, ആ സാമ്പിളിൻ്റെ സർഫേസിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ആണ് എന്ത് സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് സർഫേസ്. ഈസിയാണല്ലോ. സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ സർഫേസ് ആൻഡ് ഇറ്റ് ഗീവ്സ് ദ ഇൻഫോർമേഷൻ അബൌട്ട് സർഫേസ്. ദെൻ ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് ആർ ഇൻസിഡൻ്റൽ ഇലക്ട്രോൺസ് റിഫ്ലക്റ്റഡ് ബാക്ക്വേർഡ്സ്. This come from deeper region of sample. അടുത്തതാണ് ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് കംസ് ഫ്രം ഡീപ്പർ റീജിയൻ ഓഫ് ദ സാമ്പിൾ. ദെൻ തേർഡ്, അബ്സോർബ്ഡ് ഇലക്ട്രോൺസ് emit signals from beneath the sample surface, provide element and mineral information. മൂന്നാമത്തേതായിട്ടുള്ള അബ്സോർബ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ ഒരു സാമ്പിളിൻ്റെ മിനറൽ ഇൻഫർമേഷൻ തരുന്നുണ്ട്. എലമെൻറ്റിനെ പറ്റിയും അതിൻ്റെ മിനറൽ ഇൻഫർമേഷനെ പറ്റിയും മോസിനെ പറ്റിയൊക്കെ ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നതാണ് ഇത് അബ്സോർബ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ത്രീ സിഗ്നൽ ഡിറ്റക്ടേഴ്സ് ആർ കണക്റ്റഡ് ടു മോണിറ്റർ ആൻഡ് ഇമേജസ് ക്യാൻ വ്യൂഡ്. ഇത്രയാണ് ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ പറ്റി പഠിക്കാനുള്ളത്. അതിൻ്റെ കമ്പോണൻസ് എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഓരോ പാർട്സ്, ഓരോ കമ്പോണൻറ്റിൻ്റെയും ഫങ്ഷൻ. ദെൻ ഡിറ്റക്ടേഴ്സിൽ ഏതൊക്കെ സിഗ്നൽസാണ് തരുന്നത്, ഈ സിഗ്നൽസ് എന്തൊക്കെയാണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് എന്നുള്ളത്. ദെൻ ആപ്ലിക്കേഷൻസ് യൂസ്ഡ് ആസ് എ റിസർച്ച് ടൂൾ ഇൻ ലൈഫ് സയൻസ് ആൻഡ് നാനോ സയൻസ്. മെയിനായിട്ട് നാനോ സയൻസിൽ ഒരു ആപ്ലിക്കേഷനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. Then helps in surface characterization of solid materials, in semiconductor inspection, in microchip design and production. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, വരയ്ക്കുക. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡയഗ്രാം വരയ്ക്കുക. പാർട്സൊക്കെ ലേബിൾ ചെയ്യുക, ഓരോരോ കമ്പണൻസും ലേബിൾ ചെയ്യുക. ദെൻ എക്സ്പ്ലനേഷൻ കൊടുക്കുക, കറക്റ്റായിട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ്. Okay, all the best.